നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പിന്തുണ ഇല്ലെന്ന് സ്വാമി ഹിമവൽ ഭദ്രാനന്ദ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്തുണ പ്രഖ്യാപിച്ചയാൾ വ്യാജനാണ്. സ്വാമി ദത്താത്രേയ സായി സ്വരൂപനാഥ് എന്നാണ് പിന്തുണ പ്രഖ്യാപിച്ചയാൾ പേര് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇയാളുടെ പേര് ശ്രീജിത്ത് എന്നാണെന്ന് ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞു. അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ഹിന്ദു മഹാസഭയുടെ കാര്യത്തിൽ ഔദ്യോഗികമായി ഇടപെടാൻ അർഹതയില്ല. അയാൾ വിമതനായി വർക്ക് ചെയ്യുന്നയാളാണ്. ചക്രപാണി ഗ്രൂപ്പിൻ്റെ ആളാണ് അദ്ദേഹം. ഞങ്ങളെ നിയമിച്ചിരിക്കുന്നത് രാജശ്രീ ചൗധരിയുടെ ഗ്രൂപ്പാണ്. ഇത് രണ്ട് ഘടകങ്ങളാണ്. ഇടതുപക്ഷത്തിൻ്റെ അറിവോടെ അല്ല ഇദ്ദേഹം വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. LDFന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നിട്ടുള്ളത് സ്വരാജിനിട്ടുള്ള ഒരു പണിയാണ്. സ്വരാജിന് പണി കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ രംഗത്ത് വന്നിട്ടുള്ളത്. നിലമ്പൂരിൽ സ്വരാജിന് ലഭിക്കേണ്ട ചില മുസ്ലിം വോട്ടുകൾ പിന്തുണയുമായി ഒരു തീവ്ര സംഘടന വന്നുവന്നതിൻ്റെ പേരിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇയാളെ ഇറക്കിവിട്ടത് BJP ആണോ മറ്റേതെങ്കിലും ഗ്രൂപ്പാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. BJP ഇപ്പോൾ ഏറ്റവും നെറികെട്ട കളികളാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടത്തുന്നത്. ഇന്ത്യക്ക് തന്നെ അപമാനകരമായ രീതിയിലാണ് കേരളത്തിലെ BJP പ്രവർത്തിക്കുന്നത്. ഇതിനെ പൂർണ്ണമായി തുറന്നു കാണിക്കുക എന്നതാണ് പഴയ സ്വയം സേവകൻ എന്ന നിലയിൽ തൻ്റെ ഉദ്ദേശമെന്നും ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞു. മാളികപ്പുറത്ത് അമ്മയുമായി ബന്ധപ്പെട്ട വിവാദം കോടാനുകൂടി ഹിന്ദു ഭക്തർക്ക് വേദനയുണ്ടാക്കിയതാണ്. ഇതിൽ സ്വരാജ് ഒരു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല. ആളുകൾ മനസാക്ഷി വോട്ട് ചെയ്യട്ടെ എന്ന് ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞു. ഭാരതാംബയെ വിമർശിക്കാൻ ഗോവിന്ദൻ മാഷിന് ഒരു അധികാരവുമില്ല. അദ്ദേഹം ഇന്നും കറക്കുന്ന ഫോൺ മാത്രമാണ്. കറക്കുന്ന ഫോണിൽ നിന്നും കുത്തുന്ന ഫോണിലേക്കും ടച്ച് ഫോണിലേക്കും ഒരുപാട് അപ്ഡേഷൻ ഉണ്ടായി. അതുപോലെ ഗോവിന്ദൻ്റെ ചിന്തകൾക്കും അപ്ഡേഷൻ ഉണ്ടാകണം, ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞു. ഗവർണറുടെ ഒപ്പം തന്നെയാണ് ഇവിടുത്തെ ഭാരതീയർ ഉണ്ടാകുക. ഭാരതാംബ എന്നത് മാതൃദേവതയെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ്. അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ലാത്ത തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില പ്രീണന സ്വഭാവത്തിലാണ് അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് എതിർക്കുന്നതിലൂടെ ആരുടെയൊക്കെയോ വോട്ട് ലഭിക്കുമെന്നാണ്. അങ്ങനെ ഉണ്ടാകില്ല. ഭാരതാംബ എതിർക്കുന്ന ഏതൊരു വ്യക്തിയെയും ഇവിടുത്തെ ജനം ഒറ്റക്കെട്ടായി എതിർക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആര്യാടൻ തരംഗമുണ്ട്. പക്ഷേ സ്വരാജ് ചില പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ നിലമ്പൂർ സ്വീകരിച്ചിരുന്നേനെ. കാരണം ഹൈന്ദവ വികാരത്തെ സ്വരാജ് വേദനിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. 5000-ലേറെ വോട്ട് ഹിന്ദു മഹാസഭയ്ക്ക് ഈ മണ്ഡലത്തിൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നതാണ്. അതും ഇദ്ദേഹത്തിലേക്ക് അടുക്കുമെന്ന് തോന്നുന്നില്ലെന്ന് ഹിമവൽ ഭദ്രാനന്ദ കൂട്ടിച്ചേർത്തു.